എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജിജോ ജോയ്. ഞാൻ സ്പൈൻ വേദ ഹോസ്പിറ്റലിൻ്റെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ സ്പൈൻ വേദ ഹോസ്പിറ്റൽ എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും എന്താണ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ. അത് ഡിസ്ക് ബൾജുകളും സ്പൈനിനുണ്ടാകുന്ന പ്രോബ്ലംസും ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് നമ്മൾ സർജറി ഇല്ലാതെ തന്നെ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ. ഇന്ന് നമ്മൾ ഒ പിയിൽ കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ആൾക്കാരിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. അതായത് ഇന്നത്തെ യങ് ജനറേഷൻ തൊട്ട് ഓൾഡർ ജനറേഷൻ തൊട്ട് എല്ലാവർക്കും പ്രായഭേദമന്യേ ഇന്ന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ. കാര്യം നമ്മൾ ഇന്ന് ഈ പഴയ ആൾക്കാർ നമ്മൾ പോകുന്ന പോലെ ഒരുപാട് സൺലൈറ്റിന് എക്സ്പോഷർ ഇല്ല, നമ്മുടെ ആഹാരത്തിൽ വൈറ്റമിൻ ഡി കുറവാണ്, ഇങ്ങനെയൊക്കെയുള്ള കാരണത്താൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോപ്പർ സൺലൈറ്റ് എക്സ്പോഷർ, അതുപോലെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയ ആഹാരങ്ങൾ, ഇപ്പോൾ പറഞ്ഞ പോലെ മുട്ട, അതുപോലെ ചില ഫിഷസിൽ ഒക്കെ നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി കുറവുള്ള ഒരാൾക്ക് ഓസ്റ്റിയോപൊറോസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എല്ലിന് തേയ്മാനം. അപ്പോൾ ആ എല്ലിന് തേയ്മാനം ഉണ്ടായിട്ട് ഡിസ്ക് ബൾജ്, അതുപോലെ തന്നെ മുട്ടിന് തേയ്മാനം, ഇങ്ങനെയുള്ള ഒരുപാട് ബോണ്ട് ഓർത്തോ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വൈറ്റമിൻ ഡി നമ്മളെല്ലാവരും മിനിമം ഒരു 6 മാസം കൂടുമ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുക. അത് ബ്ലഡ് ടെസ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് വൈറ്റമിൻ ഡി നോക്കുക. ഇല്ലെങ്കിൽ വൈറ്റമിൻ ഡി അടങ്ങിയ ആഹാരങ്ങൾ ഒരുപാടായിട്ട് കഴിക്കുക. ഇതും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സപ്ലിമെൻ്റ് ഉണ്ട്. ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു നിശ്ചിത അളവിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്.